നമസ്കാരം. PSVയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് UPSC പ്രിലിമിൻ്റെ MCQs ചെയ്യുമ്പോൾ, അതായത് എക്സാമിന് തന്നെ ചെയ്യുമ്പോൾ ഒരു ടോപ്പിക്ക് അറിയില്ല എങ്കിൽ പോലും ആ ടോപ്പിക്കിലെ ആൻസേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും, കൃത്യമായിട്ട് ശരിയായിട്ട് തന്നെ. ഇത് വളരെയധികം പ്രാക്ടീസിലൂടെ മാത്രം ഉപയോഗപ്പെടുത്തുക. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ എക്സാമിന് ഇത് അപ്ലൈ ചെയ്ത് പരാജയപ്പെട്ടാൽ PSVക്ക് ഉത്തരവാദിയായിരിക്കത്തില്ല. മാത്രമല്ല, ഇത് നമുക്ക് പഠിക്കേണ്ട എന്നൊരു സന്ദേശം നൽകുന്നില്ല. പഠിക്കുക, ഒപ്പം തന്നെ ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് വിജയകരമായി ഇത് ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഉപയോഗിക്കുക എന്നുള്ളൊരു സദുദ്ദേശം മാത്രമേ ഉള്ളൂ. നമ്മുടെ വീഡിയോയുടെ കണ്ടന്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ, അതായത് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഒന്ന് രണ്ട് കാര്യം കൂടി. ഞങ്ങളുടെ പേഴ്സണൽ മെൻറ്റർ എന്ന പ്രോഗ്രാമിൻ്റെ അഡ്മിഷൻ ജൂലൈ 20, 2020 നീട്ടിയിട്ടുണ്ട്. അതായത് നെക്സ്റ്റ് മൺഡേ വരെ. അപ്പോൾ ഇതുവരെ അതിൽ എൻറോൾ ചെയ്യാൻ പറ്റാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ എൻറോൾ ചെയ്യാം. സീരിയസ് ആയിട്ട് സെൽഫ് സ്റ്റഡി ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഉറപ്പായും എൻറോൾ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ സീരിയസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങളുടെ പ്രിലിമിനറി എക്സാം ക്ലിയർ ചെയ്യാനുള്ള സാധ്യത 200% വർദ്ധിപ്പിക്കാൻ പറ്റും. ട്രസ്റ്റ് മീ. അതുപോലെ ഫൗണ്ടേഷൻ കോഴ്സ്, അതായത് ഡിഗ്രിയുടെ കൂടെ തന്നെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആസ്പിരൻസിന് വേണ്ടിയിട്ടുള്ളത് August 2 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ഡീറ്റെയിൽസും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. മാത്രമല്ല, UPSCയും PSCയുമായിട്ട് എന്ത് ക്വറി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് കണ്ടന്റിലേക്ക് പോവാം. 2006 വരെ UPSC എക്സാമിൻ്റെ പ്രിലിമിനറിക്ക് ഒരു നെഗറ്റീവ് മാർക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ആസ്പിരൻസും 100% ക്വസ്റ്റ്യനും ടിക്ക് ചെയ്തു പോകുന്നൊരു പ്രവണതയുണ്ടായിരുന്നു. അപ്പോൾ 2007 മുതൽ സംഭവിച്ചത് UPSC പ്രിലിംസിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ MCQയിൽ ഒരു നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം കൂടി കൊണ്ടുവന്നു. അതായത് ഒരു തെറ്റുത്തരത്തിന് 33% മാർക്കിൻ്റെ പെനാൽറ്റി. അതായത് ഒരു ശരി ഉത്തരത്തിന് ഇപ്പോൾ അവാർഡ് ചെയ്യുന്ന മാർക്ക് എന്ന് പറയുന്നത് 2 മാർക്കാണ്. ഓക്കെ, ആ 2 മാർക്ക് നമുക്ക് 3 ക്വസ്റ്റ്യൻസ് തെറ്റുമ്പോൾ നഷ്ടപ്പെടുന്നു. മാത്രമല്ല, ഒരു ക്വസ്റ്റ്യൻ നഷ്ടപ്പെട്ടാൽ കൂടി, തെറ്റായാൽ കൂടി നമുക്ക് 3/1 മാർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ടോപ്പിക്സ് എല്ലാം പഠിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് മിക്കവാറും 40 മുതൽ 60 ക്വസ്റ്റ്യൻ വരെയൊക്കെ ശരിയാക്കാൻ പറ്റും. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് 10 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റാതെ, അതായത് എയോ ബിയോ ആയിരിക്കാം ശരി, അല്ലെങ്കിൽ സിയോ ഡിയോ ആയിരിക്കാം ശരി എന്നുള്ളൊരു അവസ്ഥയിൽ ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒന്നുകിൽ ഒരു 50-50 ചാൻസ് എടുക്കുക, അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുക. അപ്പോൾ ഈ 50-50 ചാൻസ് എടുക്കുന്ന ആൾക്കാർക്ക് മിക്കവാറും അത് എടുക്കേണ്ടി വരും. കാര്യം കട്ട് ഓഫിന് മുകളിൽ പോകണമെങ്കിൽ കൃത്യമായ ഒരു മാർക്ക് കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മൾ എക്സാമിന് പെർഫോം ചെയ്തിരിക്കണം. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ചില വാക്കുകൾ എക്സ്ട്രീമായിട്ട് ഉപയോഗിക്കും. അങ്ങനെയുള്ള സെൻറ്റൻസ് നമുക്ക് റോങ് ആണെന്ന് കണക്കാക്കാം. ചില വാക്കുകൾ പറയാം: ആൾ, നോട്ട്, ഒൺലി, ആൾവേസ്, എക്സ്ട്രീംലി, എനോർമസ്ലി, ഇങ്ങനെയൊക്കെ കുറേ വാക്കുകൾ ഉപയോഗിക്കും. നൺ എന്ന വാക്ക് ഉപയോഗിക്കും, നൺ ഓഫ് ദ എബോവ് എന്ന വാക്ക് ഉപയോഗിക്കും. അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ ആ സെൻറ്റൻസ് തന്നെ തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ആ സെൻറ്റൻസ് തന്നെ നിങ്ങൾക്ക് റോങ് ആയിട്ട് മാർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു ശരി ഉത്തരത്തിലോട്ട് എത്താനായിട്ട് സാധിക്കും. ഞാനിവിടെ 3 എക്സാമ്പിൾസ് പറയാം. 2016 ചോദിച്ച പ്രിലിംസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ട്രാൻസ് സ്പെസിഫിക് പാർട്ണർഷിപ്പിനെ പറ്റി ചോദിച്ച 2 സ്റ്റേറ്റ്മെൻറ്റുകളിലും ഓളെന്നും ഒള്ളിയും എന്ന് ഉപയോഗിക്കുന്ന 2 വാക്കുകളിൽ കൂടുതൽ എക്സ്ട്രീമായിട്ട് അത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണെന്നും നമുക്ക് ഡി എന്ന ഓപ്ഷനിലോട്ട് എത്താനും പറ്റും. അപ്പോൾ ഞാനത് സ്ക്രീനിലും ക്വസ്റ്റ്യൻ അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ഇനി രണ്ടാമതൊരു ക്വസ്റ്റ്യൻ 2016 തന്നെ ഗ്രാം ന്യായാലയ ആക്ടിനെ പറ്റി ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ ഒള്ളി എന്ന് സ്ട്രെസ് ചെയ്തുകൊണ്ട് ആദ്യത്തെ സെൻറ്റൻസ് നമുക്ക് തെറ്റാണെന്ന് കണക്കാക്കാം. ആ സെൻറ്റൻസ് ഒക്കെ ശരി തന്നെയാണ്, ആ ഒരു ഒള്ളി എന്ന വാക്ക് വരുന്നത് കൊണ്ട് ആ സെൻറ്റൻസ് തെറ്റായി പോകുന്നതാണ്. അപ്പോൾ അവിടെ 2 ഒള്ളി എന്ന ഓപ്ഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഇനി 2017 GSTയുമായി ബന്ധപ്പെട്ട 3 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ഡ്രാസ്റ്റിക്കലി റെഡ്യൂസ് എന്ന ഒരു പ്രയോഗം യൂസ് ചെയ്തു. മാത്രമല്ല, മൂന്നാമത്തേതിൽ എനോർമസ്ലി ഇൻക്രീസ് എന്ന ഒരു പദം യൂസ് ചെയ്തുകൊണ്ട് ആ സെൻറ്റൻസ് തന്നെ, സ്റ്റേറ്റ്മെൻറ്റ് തന്നെ തെറ്റാക്കിയിട്ടുണ്ട്. സോ ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റിക്കഴിഞ്ഞാൽ
ഒരു പക്ഷേ നമുക്ക് ഓപ്ഷൻസ് നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്താൻ ബുദ്ധിമുട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രിക്ക് ഉപയോഗിക്കാം. മാത്രമല്ല ഈ ട്രിക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു 15-20 ഇയേഴ്സ് എങ്കിലും നിങ്ങൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ചില ക്വസ്റ്റ്യൻസ് ഇത് വർക്ക് ആകണമെന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഫെയില്യൂർ സംഭവിച്ചു കഴിഞ്ഞാൽ അഗെയിൻ PSCBക്ക് ഉത്തരവാദി ആയിരിക്കത്തില്ല. അപ്പോൾ ഈ വീഡിയോയുടെ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഗുഡ് ബൈ.